ഹായ് ബബ്ബ എന്ന സിനിമ തിയേറ്ററുകളിൽ തരംഗമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വലിയ വിജയമാണ് സിനിമ നേടിക്കൊണ്ടിരിക്കുന്നത്. ആദ്യ ദിവസം സിനിമ ഞെട്ടിക്കുന്ന കളക്ഷനാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുത്തത്. അതായത് 7 കോടിക്ക് മുകളിലുള്ള ഒരു തുകയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം സിനിമ നേടിയെടുത്തത് എന്നുള്ളത് തന്നെയാണ്. കൃത്യമായി പറഞ്ഞാൽ 7,20,00,000 രൂപയാണ് ആദ്യ ദിവസം കേരളത്തിൽ നിന്ന് ബബ്ബ എന്ന സിനിമ നേടിയെടുത്തത്. ഇത് വലിയൊരു റെക്കോർഡാണ്. മലയാള സിനിമയിൽ ഇതുവരെ 7 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത 2 സിനിമകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഫസ്റ്റ് ഒന്ന് ഒടിയൻ, മറ്റൊന്ന് എമ്പുരാൻ. ഈ 2 സിനിമകളിലെയും നായകൻ മോഹൻലാലാണ്. ഇപ്പോ ബബ്ബ എന്ന സിനിമയും 7 കോടിക്ക് മുകളിൽ കളക്ഷനായി നേടിയിരിക്കുന്നു. ഇതിലും ലാലേട്ടനുണ്ട് എന്നുള്ളത് എടുത്തു പറയുന്നു. തീർച്ചയായും മലയാളത്തിൽ റെക്കോർഡ് ഇടണമെങ്കിൽ അവിടെ ലാലേട്ടന്റെ സാന്നിധ്യം ആവശ്യമാണ്. അതൊരു ബ്രാൻഡാണ്. കേരള ബോക്സ് ഓഫീസിൽ 7 കോടിക്ക് മുകളിൽ കളക്ഷൻ വന്ന സിനിമ വിദേശ രാജ്യങ്ങളിലും 7 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്തു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. കൃത്യമായിട്ടുള്ള കണക്കുകൾ കുറച്ച് കഴിഞ്ഞേ പുറത്തു വരൂ. അതുപോലെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട്. വിദേശ രാജ്യങ്ങളിൽ 10 കോടിക്ക് മുകളിൽ കളക്ഷൻ വരേണ്ടതായിരുന്നു. പക്ഷേ അവിടെ പല ഷോകളും റദ്ദാക്കപ്പെട്ടു. കാരണം അവിടെ ലൈസൻസ് കയറിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നൈറ്റ് ഷോസ് മാത്രമാണ് അവിടെ ഇട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ കളക്ഷൻ വേറെ ലെവലായി മാറിയേനെ. പക്ഷേ എന്നിരുന്നാലും സിനിമ 15 കോടിക്ക് മുകളിൽ കളക്ഷനായി നേടിയെടുക്കും എന്നുള്ളത് തന്നെയാണ്. അതായത് വേൾഡ് വൈഡ് നിന്ന് ആദ്യ ദിവസം 15 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. ബബ്ബ എന്ന സിനിമ വലിയ ബഡ്ജറ്റിലാണ് ഒരുങ്ങിയിരിക്കുന്നത്. ആദ്യമെല്ലാം പറഞ്ഞു കേട്ടത് 35 കോടി 40 കോടിക്ക് അടുത്താണ് എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ അറിയുന്നു സിനിമയ്ക്ക് ബഡ്ജറ്റ് 50 കോടി ആയിരിക്കുന്നു. അതായത് ആ സിനിമയുടെ ബഡ്ജറ്റ് 50 കോടി ആയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. സിനിമയിൽ ലാലേട്ടൻ 10 കോടിക്ക് മുകളിൽ പ്രതിഫലം വാങ്ങിച്ചിരിക്കുന്നു എന്നുള്ളതും അറിയുന്നു. അതായത് ആ 20 മിനിറ്റ് രംഗത്തിന് ലാലേട്ടൻ 10 കോടിക്ക് മുകളിലാണ് പ്രതിഫലമായി വാങ്ങിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതൊക്കെ കൊണ്ട് തന്നെയാണ് സിനിമയുടെ ബഡ്ജറ്റ് വലിയ രീതിയിൽ മുന്നോട്ട് പോയിരിക്കുന്നത്. ഇന്ന് പുറത്തു വന്ന പ്രധാനപ്പെട്ട വാർത്ത അതാണ്. സിനിമയുടെ ബഡ്ജറ്റ് 50 കോടിയാണ് എന്നുള്ളതും മോഹൻലാൽ 10 കോടിക്ക് മുകളിൽ പ്രതിഫലമായി വാങ്ങിച്ചിരിക്കുന്നു എന്നുള്ളതും ഇന്ന് വന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സിനിമ തിയേറ്ററുകളിൽ വിജയിക്കണമെങ്കിൽ, അതായത് തിയേറ്റർ കളക്ഷനിലൂടെ വിജയിക്കണമെങ്കിൽ 100 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുക്കണം. തിയേറ്റർ വിജയമാവണമെങ്കിൽ തീർച്ചയായും പ്രൊഡ്യൂസർക്ക് അത്രയും കളക്ഷൻ കിട്ടണമെന്നില്ല. പല ബിസിനസ്സിലൂടെയും ലാഭം നേടിയേക്കാം. പക്ഷെ തിയേറ്റർ കളക്ഷനിലൂടെ സിനിമ വിജയിക്കണമെങ്കിൽ 100 കോടിക്ക് മുകളിൽ സിനിമ കളക്ഷൻ നേടിയെടുക്കണം എന്നുകൂടി പറയുന്നു. എന്തായാലും സിനിമ മികച്ച കളക്ഷനോടുകൂടി മുന്നോട്ട് പോകുന്നു. ഇപ്പോഴും മണിക്കൂറിൽ ബുക്ക് മൈ ഷോയിൽ 6000-നടുത്ത് ടിക്കറ്റുകൾ വിറ്റുകൊണ്ടേയിരിക്കുന്നുണ്ട്. നാളെയും മറ്റന്നാളും നല്ല കളക്ഷൻ ആയിരിക്കും. കാരണം ഒഴിവ് ദിവസമാണ്. അതിനുശേഷം അവധിയാണ് വരുന്നത്. തീർച്ചയായും ഫാമിലി പ്രേക്ഷകർ അടിച്ചു കയറാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. എന്തായാലും വലിയ വിജയത്തിലേക്കാണ് സിനിമ പോകുന്നത്. പല ഡീഗ്രേഡിംഗ് സിനിമയെക്കുറിച്ച് നടക്കുന്നുണ്ട്. അതൊന്നും ഏൽക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തായാലും കാത്തിരിക്കാം സിനിമ വലിയ വിജയമാവുമോ അല്ലയോ എന്ന്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.